നമ്മുടെ കാൽപാദങ്ങളിൽ കണ്ടുവരുന്ന ആണിരോഗം മാറാൻ ഫലപ്രദമായ നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡി ആയിട്ടോ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതാണ്. ഈ 2 ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള മരുന്ന് തന്നെയാട്ടോ ഇത്. ഇത് കറിവേപ്പിലയാണ്, നമ്മൾ കറിക്കൊക്കെ ഇടുന്ന ഒരു ഇലയില്ല, അത് തന്നെയാട്ടോ ഇത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഈ 2 സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കി തയ്യാറാക്കേണ്ടത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ കാലയ്ക്ക് ഒന്ന് കഴുകി ഒരു ചെറിയ ചൂടും വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി വെച്ച് കാലയ്ക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുക്കണം കേട്ടോ. അതിന് ശേഷം മാത്രമാണ് ഈ ഒരു മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടത്. ഇതൊരു കണക്കനുസരിച്ച് നമുക്ക് വേണം കേട്ടോ ഇത് എടുക്കാൻ. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി എടുക്കാം കേട്ടോ. 2 കൂടുതൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാലിലും പുകച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് 1 2 വെളുത്തുള്ളി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഈ 2 വെളുത്തുള്ളിയും കൂടി ഇതുപോലൊരു കല്ല് നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ, 1 ടീസ്പൂൺ എണ്ണ കൂടി ഒന്ന് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തേക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ കാലയ്ക്കൊന്ന് മുക്കി വെച്ചത് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എവിടെയാണോ നമ്മുടെ കാലിൽ ഈ ഒരു ഭാഗത്ത് ആണിയുള്ളത് അവിടെ നമുക്കൊരു കോട്ടൺ തുണി കൊണ്ടൊന്ന് വെച്ച് കെട്ടി കൊടുക്കാവുന്ന കേട്ടോ. ഇനിയിപ്പോൾ കോട്ടൺ തുണി ഇല്ല എങ്കിൽ ബാൻഡേജ് ആണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ഒന്ന് വെച്ച് കെട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കെട്ടി ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ ചൂടൻ വെള്ളത്തിൽ നമ്മൾ കാലയ്ക്കൊന്ന് നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുക്കാവുന്ന കേട്ടോ. ഇങ്ങനെ ഒരു 7 തൊട്ട് ഒരു 10 ദിവസം വരെ തുടർച്ചയായിട്ട് ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമ്മളെ കാലിലെ ആണി എന്ന അസുഖം പൂർണ്ണമായിട്ടും മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ. എനിക്കിത് അറിവുള്ളവർ പറഞ്ഞു തന്നൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു ഉപകാരപ്രദമായ ഒരു നാച്ചുറൽ ഹോം റെമഡി തന്നെയാട്ടോ ഇത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.